നമസ്കാരം. ഒരു ട്രിലോജിയുടെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓണം സ്പെഷ്യലാണ്, പക്ഷെ ടൈംലെസ് റീഡിംഗ് ആണ്. ഓണത്തിന്റെ സന്ദേശം എന്നതിലുപരി നമ്മളിത് ചതിയിലൂടെ ചവിട്ടി താഴ്ത്തപ്പെട്ട മാവേലി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന മഹാബലി ചക്രവർത്തിയുടെ നിങ്ങൾക്കുള്ള രഹസ്യ സന്ദേശം എന്ന രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഇത് പ്രസക്തമാണ്. ഈ വീഡിയോ ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ നല്ല മനസ്സോ വിശ്വാസമോ നിങ്ങളുടെ പ്രശസ്തിയോ നിങ്ങളുടെ കഴിവോ കണ്ടിട്ട് അല്ലെങ്കിൽ അത് കരുവാക്കി നിങ്ങളെ ചവിട്ടി താഴ്ത്തിയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങളോട് കൂടുതൽ ശക്തമായി സംസാരിച്ചേക്കാം. അങ്ങനെ അല്ലെങ്കിലും കാർഡ്സ് നിങ്ങളുടെ ജീവിതവുമായി റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഈ വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് ഉത്രാടമാണ്. മാവേലിയെ വരവേൽക്കുന്ന ഈ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുണപാഠം കാർഡ്സ് വഴി നമുക്ക് നോക്കാം. അതിലൂടെ അദ്ദേഹം എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ റീഡിങ്ങിന്റെ ആർക്കിടൈപ്പ് ഒന്ന് നോക്കാം. ഇത് ആർക്കൊക്കെ വേണ്ടിയുള്ള റീഡിംഗ് ആണ് എന്നതിലൂടെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ഇത് കാണാനും അങ്ങനെ ഒരു പ്രേരണ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉറച്ച രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുമൊക്കെ റെസനൻസ് സംഭവിക്കാം. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ട് അഭിപ്രായം പറയുക. നമുക്ക് എന്താണ് ഈ റീഡിങ്ങിന്റെ ആർക്കിടൈപ്പ് എന്ന് നോക്കാം. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും മഹാബലിയുടെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ചവിട്ടി താഴ്ത്തപ്പെട്ട ആ കഥയുമായി നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് ഒരു ആർക്കിടൈപ്പ് കാർഡിലൂടെ യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു തരട്ടെ. ദ ഫ്ലെയിം. ഈ കാർഡ് നിങ്ങൾക്ക് കാണാലോ, ഫ്ലെയിം. ഈ കാർഡ് നമ്മുടെ റീഡിങ്ങിന്റെ ആരംഭത്തിൽ തന്നെ വന്നിരിക്കുന്നത് വളരെ വ്യക്തമായൊരു കണക്ഷനാണ്. അതായത് ഫ്ലെയിം എന്ന് പറയുന്നത് ഉള്ളിലെ തീ, ജീവശക്തി, നിങ്ങളുടെ പർപ്പസ്, അതായത് ആത്മാവിന്റെ പർപ്പസ്, അതുമായി വീണ്ടും കണക്ട് ചെയ്യാനുള്ള ശക്തി എന്നതിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഈ കാർഡ് ഇതിന്റെ എനർജി പറയുന്നത് പുറത്തുള്ള സാഹചര്യങ്ങൾ എത്ര ഹാർഷായാലും ആ ഇന്നർ ഫ്ലെയിം പൂർണ്ണമായി അണഞ്ഞു പോകേണ്ടതില്ല. ചിലപ്പോൾ അത് വീണ്ടും കത്തിക്കേണ്ടി വരാം, സംരക്ഷിക്കേണ്ടി വരാം എന്നതാണ്. അതുകൊണ്ട് ഈ റീഡിങ്ങിലേക്ക് വന്നിരിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ മറ്റൊരാളുടെ പ്രവൃത്തിയാൽ താഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അതോടെ തൻ്റെ ഉള്ളിലെ ശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ ഒരാളല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരിക്കൽ നിങ്ങളുടെ വില പോലും ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ ഈ കാർഡ് പറയുന്നത് ആ സംഭവം നിങ്ങളുടെ ഉള്ളിലെ തീ അണച്ചിട്ടില്ല എന്നതാണ്. ഇപ്പോൾ അത് വീണ്ടും കത്തിക്കേണ്ട സമയമാണ്. ഇവിടെ ഫ്ലെയിം വളരെ മനോഹരമായൊരു കൺഫർമേഷൻ ആണ് നമുക്ക് നൽകുന്നത്. നിങ്ങൾ താഴേക്ക് വീണിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം അവിടെ അവസാനിച്ചിട്ടില്ല. ഒരു പുനർജന്മം, ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് എന്തായാലും യൂണിവേഴ്സ് തന്നിരിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ റീഡിംഗ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാബലിയുടെ നമുക്കെല്ലാം അറിയുന്ന ഒരു കഥ ഇതിലൂടെ വീണ്ടും പറയുന്നതല്ല. അങ്ങനെ ഒരു സാഹചര്യം, വളരെ പ്രശസ്തനായ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജ്യത്തിന്റെ നാഥനായിരുന്ന ഒരു വ്യക്തിയെ ചവിട്ടി താഴ്ത്തേണ്ടി വന്നതും, എന്നാൽ അദ്ദേഹത്തിന് വർഷാവർഷം തന്റെ പ്രജകളെ കാണാനായിട്ടുള്ള ഒരു അവസരം നിഷേധിക്കാതിരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിന്റെ മൂല്യം എന്നും ഉയർന്നു നിൽക്കുന്നതും നമുക്കറിയാവുന്നതാണ്. അതിൽ നിന്നും എന്താണ് നമുക്കുള്ള ഒരു സന്ദേശം എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാം, സമാനമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീഡിങ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ ചതിച്ച് തരം താഴ്ത്തിയ ആ സാഹചര്യം യഥാർത്ഥത്തിൽ എന്തായിരുന്നു? ആ സാഹചര്യത്തിന്റെ പിന്നില് യഥാർത്ഥ എനർജി എന്തായിരുന്നു? ഓക്കെ, 2 കാർഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, 2 എടുക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന പേജ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളെ ചവിട്ടി താഴ്ത്തിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നിങ്ങളൊരു അടിത്തട്ടിലേക്ക് പോകേണ്ടി വന്നൊരു സാഹചര്യം, നിങ്ങൾക്കുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് താഴ്ത്തപ്പെട്ടൊരു സംഭവം, അത് തുടക്കം മുതൽ ഒരു ശത്രുത ആയിരുന്നില്ല എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. കാരണം ഇതിൽ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു പോസിറ്റീവ് വൈബാണ് കാണിക്കുന്നത്. യുവ എനർജി. നിങ്ങൾ വിശ്വസിച്ചിരുന്ന
അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന, മനസ്സ് തുറന്ന് സമീപിച്ചിരുന്ന ഒരാളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം ഇത്. നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു മോശം ഉദ്ദേശത്തോടെ നിന്നിരുന്നില്ല, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ മോശമായി പെരുമാറിയിരുന്നില്ല, അവരെ സംശയിച്ചിരുന്നതുമില്ല. വിശ്വാസത്തോടെയും നല്ല മനസ്സോടെയും ഒരു ഓപ്പൺനെസ്സോടു കൂടിയായിരുന്നു നിങ്ങൾ അവരെ സമീപിച്ചത്. പക്ഷെ അതിന് പിന്നാലെ വന്നിരിക്കുന്ന ഡെത്ത് കാർഡ് ആ ബന്ധത്തിലോ സാഹചര്യത്തിലോ വലിയൊരു അവസാനമാണ് കാണിക്കുന്നത്. ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറി, പഴയതുപോലെ തുടരാൻ കഴിയാത്ത അവസ്ഥയായി. ഈ കാർഡിന്റെ എനർജി പറയുന്നത് ഇതൊരു വലിയ മാറ്റമായും പഴയൊരു ജീവിതഘട്ടം അവസാനിപ്പിച്ച് പുതിയൊരു ഘട്ടം തുടങ്ങുന്നതുമായാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങളെ വേദനിപ്പിച്ച ആ സംഭവം ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശമായ അനുഭവം ഉണ്ടായതായിട്ട്, ഒരു ചവിട്ടിത്താഴ്ത്തൽ ഉണ്ടായതായിട്ട്, ഒരു 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 ലോസ്, ഒരു പരാജയം സംഭവിച്ചതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആ വ്യക്തിയെക്കുറിച്ചും ആ ബന്ധത്തെക്കുറിച്ചും നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു വിശ്വാസം കൂടിയാണ് അവിടെ തകർന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ആ പഴയ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ ജീവിതം നിങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്തു എന്നാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു നഷ്ടത്തിന്റെ കാർഡല്ല. അന്ന് നിങ്ങൾക്ക് അവസാനമായി തോന്നിയ ഒരു കാര്യം തന്നെയാണ് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിന് കാരണമായത്, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് അവസാനിപ്പിച്ച ഒരു കാര്യം. ഒരു തരം താഴ്ത്തൽ, ഒരു ചവിട്ടിത്തേക്കൽ പോലുള്ള കാര്യം അനുഭവിച്ചപ്പോൾ നിങ്ങൾ എന്തോ ഒന്ന് അവസാനിപ്പിച്ചു. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിന് കാരണമായതെന്നാണ് ഈ രണ്ട് കാർഡുകളും ചേർന്ന് പറയുന്നത്. അന്ന് നിങ്ങളെ അങ്ങനെ താഴ്ത്തിയവർക്ക് നിങ്ങളുടെ ഉള്ളിലെ ഏത് ശക്തിയാണോ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. കാരണം നിങ്ങളൊരു ഫ്ലെയിം ആയിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ തീനാളം അങ്ങനെ അണഞ്ഞു പോകേണ്ടതല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളോട് മാവേലിയാണ് സംസാരിക്കുന്നത്, മഹാബലി തമ്പുരാൻ സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിന്റെ എനർജി, ഈ കോൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓണം എന്ന സെലിബ്രേഷൻ കഴിഞ്ഞാലും അതിലുപരി നിങ്ങൾക്ക് എന്നും ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റീഡിംഗ് തന്നെ ആയിരിക്കും ഏത് സമയത്ത് കണ്ടാലും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏത് ശക്തിയാണ് നിങ്ങളോട് അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത്? ഇവിടെ ഈ കാർഡ് നമ്മളോട് പറയുന്നത് നിങ്ങൾ അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കുന്ന ഒരാളല്ല എന്നവർക്ക് ആദ്യം മനസ്സിലായില്ല എന്നാണ്. നിങ്ങൾക്കൊരു കാര്യം ശരിയാണെന്ന് തോന്നിയാൽ അതിനുവേണ്ടി എത്ര സമയമെടുത്തും ക്ഷമയോടെയും അതിന്റെ പുറകെ പോകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതവർക്കറിയില്ലായിരുന്നു. നിങ്ങൾ അങ്ങനെ വിടാതെ പിന്തുടരും. എളുപ്പത്തിൽ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റാത്തൊരാളാണ് നിങ്ങളെന്ന് അവർക്കറിയില്ലായിരുന്നു എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അതായത് അംബിഷൻ, ഹാർഡ് വർക്ക്, പെർസിസ്റ്റൻസ്, ഒരു കാര്യത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമയുണ്ടല്ലോ, അതിൽ തന്നെ മുഴുകിയിരിക്കാൻ വേണ്ടി എത്ര പ്രതിസന്ധി വന്നാലും അതിനെ അങ്ങനെ പെട്ടെന്ന് മടുത്തു പോകാത്തൊരു പ്രകൃതം, അതുപോലെ കഴിവ്, എഫിഷ്യൻസി എന്നിവയാണ് പ്രധാനമായിട്ടും ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ശക്തി പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് തിരിച്ചടിക്കുന്ന രീതിയിലുള്ളതല്ല, നിശബ്ദമായി പതുക്കെ പക്ഷെ വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് നല്ല ഡിറ്റർമിനേഷൻ ഉണ്ട്. അത് ആര് വിചാരിച്ചാലും അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല, നിങ്ങളത് അവസാനിപ്പിക്കുകയുമില്ല. അതാണ് അവർക്ക് നിങ്ങളോട് ഏറ്റുമുട്ടാൻ അവർ തുടങ്ങിയപ്പോൾ മനസ്സിലാകാതെ പോയ കാര്യം. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കാർഡിൽ ഒരു വാരിയർ എനർജി കാണാം. ഇത് കാരണം നിങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടി വന്നാൽ അതും ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങൾ. അതായത് ഒന്ന് പൊരുതി നിൽക്കേണ്ടി വന്നാൽ തനിച്ചായാലും നിങ്ങൾ പൊരുതും. ഒറ്റയാൾ പട്ടാളമായിട്ട് പോകാനും ധൈര്യം കാണിക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങളുടെ ശക്തി വെറും പോരാട്ടത്തിലൊന്നും അല്ല. ഒരു കാര്യം പിടിച്ചെടുത്താൽ അത് നിങ്ങളുടെ വഴിയെ കൊണ്ടുവരാൻ, അതിൽ വർക്ക് ചെയ്യാൻ, അത് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ചെയ്തെടുക്കാനുള്ള ക്ഷമയിലാണ് നിങ്ങളുടെ കരുത്തിരിക്കുന്നത്. അതിനാൽ നിങ്ങളെ തരം താഴ്ത്തിയവർ, നിങ്ങളെ പരാജയപ്പെടുത്തി നിങ്ങളെ ചവിട്ടി താഴ്ത്തിയവർ അന്ന് കണ്ടത് നിങ്ങളുടെ ഒരു അവസ്ഥ മാത്രമായിരിക്കാം. നിങ്ങൾക്ക് എത്രത്തോളം പെർസിസ്റ്റൻസ് ഉണ്ട്, ക്ഷമയുണ്ട്, ഒരിക്കൽ വീണാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള, പണിതുയർത്താനുള്ള കഴിവുണ്ട് എന്നത് അവർ കണക്കാക്കിയിട്ടില്ല. ഓക്കെ, അതാണ് അവർക്ക് പറ്റിയ വലിയൊരു തെറ്റ്. അതായത് ശത്രുവിനെ അവർ അളന്നത് തെറ്റിപ്പോയി. നിങ്ങളെ അവർക്ക് വീഴ്ത്താൻ പറ്റിയിട്ടുണ്ടാവും, അത് ശരിയാണ്. പക്ഷേ അവിടം കൊണ്ട് തീർന്നില്ല എന്നാണ് ഈ ഫ്ലെയിം പറയുന്നത്. അത് തന്നെയാണ്, അതിനുള്ള കരുത്താണ് ഈ നൈറ്റ് ഓഫ്
പോയിന്റ്സ് കാണിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് നഷ്ടമായി തോന്നുന്ന ആ പഴയ ചാപ്റ്ററിന് ശേഷം കാലം നിങ്ങൾക്കായി തുറക്കാൻ പോകുന്ന പുതിയ വാതിൽ എന്താണ്? നിങ്ങൾ ഇന്ന് അവർ ചവിട്ടിത്താഴ്ത്തിയ കാര്യത്തെപ്പറ്റി ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മാത്രമായിരിക്കില്ലല്ലോ ഓർക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത എത്ര സന്തോഷത്തിലാണ് എന്ന് നിങ്ങൾ കാണിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആളിക്കത്തുന്ന ഒരു തിരുനാളമായിട്ട് അവർ നിങ്ങളോട് ചെയ്ത ആ അന്യായം നിങ്ങളുടെ മനസ്സിൽ എന്നും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു പരാജയം അവർ നിങ്ങൾക്ക് വരുത്തിയെങ്കിലും അതോടുകൂടി നിങ്ങൾ തീർന്നിട്ടില്ല എന്നാണ് ഈ റീഡിംഗ് പറയുന്നത്, ഈ എനർജി പറയുന്നത്, മാവേലി നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ എന്ത് വഴിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതായി നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നത്? ദ സൺ. വേറെ എന്തെങ്കിലും വേണോ? സൺ എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിങ്ങളുടെ ഇന്നർ ചൈൽഡ് സന്തോഷിക്കാൻ പോകുന്ന തരത്തിലുള്ള, നിങ്ങളുടെ ആത്മാവിന് സന്തോഷം വരുന്ന തരത്തിലുള്ള ഏറ്റവും അതിയായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അത്രയും സൂര്യപ്രഭയിൽ ജ്വലിക്കാൻ പോകുന്ന ഒരു പ്രശസ്തി, എല്ലാമാണ് നിങ്ങളിലേക്ക് വരിക. അങ്ങനെ ഒരു അബണ്ടൻസ് ആണ് ഈ കാർഡ് കാണിക്കുന്നത്. ഈ സണ്ണ് അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഡെത്ത് കാർഡ് പറഞ്ഞതിനേക്കാളും വലിയൊരു മാറ്റം, അതും വളരെ ശോഭയുള്ള ഒരു മാറ്റം, പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു മാറ്റമാണ് കാണിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് വിശ്വാസം തകർന്നതും പഴയ അധ്യായം അവസാനിച്ചതും അതിനുശേഷം നിങ്ങൾ പതുക്കെ വീണ്ടും ഉറച്ച കാൽവയ്പോടെ നിലകൊള്ളുന്നതുമാണ്. ഇപ്പോൾ സൺ വരുമ്പോൾ അതിനുശേഷം കാര്യങ്ങൾ വ്യക്തമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ കാർഡ് ഇരുണ്ട സമയങ്ങൾ കഴിഞ്ഞു വരുന്ന സക്സസ്, അച്ചീവ്മെന്റ്, ക്ലാരിറ്റി, അതോടനുബന്ധിച്ച് കിട്ടുന്ന അതിയായ സന്തോഷം, ജോയ് എന്നിവയാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നഷ്ടമായി എന്ന് തോന്നിയിരുന്ന ഒരു കാര്യത്തിന് പകരം അതേ കാര്യം തിരികെ കിട്ടുക എന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തതയും ആത്മവിശ്വാസവും കൊണ്ടുവരുന്ന ഒരു പുതിയ അവസരം, അതായത് നഷ്ടപ്പെട്ടതിനേക്കാൾ പത്തരമാറ്റ് മികച്ച അവസരം ആണ് ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ താഴ്ത്തിയ സംഭവത്തിന് ശേഷം നിങ്ങളുടെ വില മറ്റുള്ളവർ തീരുമാനിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കഴിവും മൂല്യവും വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നതാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഇതുവരെ ഇരുട്ടിലായിരുന്ന ഒരു കാര്യം പുറത്തു വരാനും സാധ്യതയുണ്ട്. അതായത് ഈ ചതിച്ച ആളുകളുടെ ഒരു ചതി എന്തായാലും അനുഭവപ്പെട്ടല്ലോ. ചതി ഒരിക്കലും നേർവഴിയിൽ പകൽ വെളിച്ചത്തിൽ നടത്തുന്ന ഒരു കാര്യമല്ല. പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് കളികൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കാം ഒരാളെ കൊണ്ട് നിങ്ങളെ തരം താഴ്ത്തിയത് എന്നത് ചിലപ്പോൾ പുറത്തു വരും. അതായത് നിങ്ങൾക്കെതിരെ ഒരു നടപടി എടുക്കപ്പെട്ടതായിരിക്കാം. നടപടി എടുക്കുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു മേലധികാരി അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത് അവരുടെ മുന്നിലേക്ക് എത്തിയ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫാക്സ് വെച്ചിട്ടായിരിക്കാം ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, കാര്യങ്ങളെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ പിന്നിൽ നടന്ന കളികളെ പറ്റി അവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അല്ലെങ്കിൽ മനസ്സിലായാൽ പോലും, കോടതിക്ക് മുന്നിലാണെങ്കിൽ പോലും തെളിവുകൾ ഉണ്ടെങ്കിലല്ലേ ഒരു കാര്യത്തിന് തെളിവ് വേണം. അത് സത്യമാണോ ശരിയാണോ തെറ്റാണോ എന്ന് അവിടെ വാദിച്ച് ജയിക്കുന്ന, അല്ലെങ്കിൽ കോടതിക്ക് മനസ്സിലായ പോലും കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം അവിടെ പറയപ്പെടുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട ചില സാഹചര്യത്തെ പകൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതാകാം യൂണിവേഴ്സ്. അതുമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് കാലം നിങ്ങൾക്കായി തുറക്കുന്ന ഒരു പുതിയ വാതിൽ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വെളിച്ചം വരുന്നതും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് അംഗീകാരവും നേട്ടവും ലഭിക്കുന്നതും നിങ്ങൾക്ക് മുന്നിലുള്ള വഴി കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നതുമാണ്. നിങ്ങളെ അന്ന് പരാജയപ്പെടുത്തിയ, ഉപദ്രവിച്ച ആ വ്യക്തികൾക്ക് അവർ ചെയ്തതിന്റെ ഫലം തിരിച്ചറിയേണ്ടി വരുന്ന ഒരു സാഹചര്യം യൂണിവേഴ്സ് ഇതിനോടൊപ്പം കൊണ്ടുവരുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് മുന്നിൽ ഒരു വാതിൽ തുറന്നു തരുന്നു, നിങ്ങൾക്ക് പേരും പ്രശസ്തിയും എല്ലാം വരാൻ പോകുന്നു, നേരത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലും വലുത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നഷ്ടപ്പെടുത്തിയത് കുറച്ചാളുകളാണല്ലോ. അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തതിന്റെ ഒരു കർമ്മഫലം അവർക്ക് തിരിച്ചറിയേണ്ടി വരുമോ? അവർ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും തിരിച്ചറിയാൻ പോകുന്നത്? ഇവിടെ 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയും നോക്കൂ, ഫ്ലെയിമാണ്. ഇവിടെ നമ്മുടെ ഫ്ലെയിം ഇല്ലേ, നമ്മളിവിടെ കണ്ട ആ തീനാളം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഒരു തീ ആളിക്കത്തുന്നത് കണ്ടോ? അത് അണയാൻ പോയ ഒരു തീനാളമായിരുന്നെങ്കിൽ അത് ആളിക്കത്തുന്ന ഒരു വലിയ തീയായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കേ, യെസ്. ഇവിടെ വന്നിരിക്കുന്ന 3 കാർഡുകളും ചേർന്ന് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ വളരെ ആത്മവിശ്വാസവും ശക്തിയുമുള്ള ഒരു വ്യക്തിയാണ്.
നിങ്ങളെക്കുറിച്ച് അവർക്ക് പിന്നീട് മനസ്സിലാകാൻ പോകുന്നത് നിങ്ങൾ അത്ര കരുത്തുറ്റ, ആത്മവിശ്വാസത്തോടുകൂടി സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്ഞിയെ പോലുള്ള വ്യക്തിയാണെന്നാണ്. ഒരിക്കൽ നിങ്ങളെ താഴ്ത്തിയതുകൊണ്ട് അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടെങ്കിൽ, അവിടെ വീണ് കിടക്കുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, അത് അവരുടെ തെറ്റായ കണക്കുകൂട്ടലായിരുന്നു എന്ന് അവർ മനസ്സിലാക്കും. അതിന് പിന്നാലെ ഈസ് ഓഫ് വാൺസ് വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വീണ്ടും തുടങ്ങുന്ന ഒരാളാണെന്നാണ് കാണിക്കുന്നത്. ഒരു പുതിയ അവസരം, പുതിയ തുടക്കം, പുതിയൊരു ഡയറക്ഷൻ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി വീണ്ടും അവിടെ നിന്ന് കിട്ടുന്നു. നിങ്ങളുടെ ഉള്ളിലെ ആ തിരുനാളം അണയാതിരുന്ന് അത് ആളിക്കത്തുന്ന രീതിയിലേക്ക്, അതിനെ അണയ്ക്കാൻ ഇനി ചെറിയ പരിശ്രമമൊന്നും പോരാ, ആ രീതിയിലേക്കുള്ള എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. അതിനെ തുടർന്ന് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വരുന്നത്. ഈ മാറ്റം വെറും ഒരു ആവേശമായി നിൽക്കില്ല. നിങ്ങളുടെ ജീവിതം കൂടുതൽ സ്ഥിരതയുള്ളതും സുരക്ഷിതവുമായ ഒരു നിലയിലേക്ക് എത്തുന്നത് അവർ കാണേണ്ടി വരും. നിങ്ങൾ സ്വയം നന്നായി പണിതുയർത്തിയ, കെട്ടിപ്പൊക്കിയ ഒരു സ്ഥിരതയുള്ള ഒരു ജീവിതം, സാമ്പത്തികമായ ഒരു അബൻഡൻസ്, ഉറപ്പ്, നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന സ്ഥാനം, സാമ്പത്തികമോ ജീവിതപരമായ ഒരു സ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവർ തിരിച്ചറിയാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്: നിങ്ങളെ പരാജയപ്പെടുത്തിയപ്പോൾ, ചവിട്ടി താഴ്ത്തിയപ്പോൾ അവർ അവസാനിപ്പിച്ചത് നിങ്ങളുടെ കഥയല്ലായിരുന്നു. അവർ അവസാനിപ്പിച്ചത് അവരുടെ ജീവിതത്തിലെ നിങ്ങളുടെ പഴയ സ്ഥാനമായിരുന്നു. നിങ്ങൾക്ക് മുന്നോട്ടു പോയി പുതിയൊരു സ്ഥാനം സ്വന്തമാക്കാനായിരുന്നു ആ ഒരു സാഹചര്യം അവർ ആസൂത്രണം ചെയ്തതാണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വരാൻ അനുവദിച്ചത്. ഓക്കെ, നിങ്ങൾ വീണ്ടും ഉയർന്നു നിൽക്കുമ്പോൾ, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ, നിങ്ങളെ സംരക്ഷിക്കാനും ഈ പുതിയ നില ഉറപ്പിക്കാനും നിങ്ങൾ ഇനി ഏത് ശക്തിയാണ് കൈവശം വെക്കേണ്ടത്? 7 ഓഫ് പെന്റക്കിൾസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. ഭാഗ്യചക്രം മാറുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെയും ഈ 7 ഓഫ് പെന്റക്കിൾസിലും കണ്ടോ, ഒരു യജ്ഞശാലയിലെ അഗ്നി ആളിക്കത്തുന്നതായിട്ടാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ ആദ്യത്തെ ഫ്ലെയിം, രണ്ടാമത്തെ ഫ്ലെയിം, ഇത് നോക്കൂ മൂന്നാമത്തേത്. ഇതിനൊരു തുടർച്ചയുണ്ട്. അതിശക്തമായ രീതിയിൽ, സ്റ്റേബിളായിട്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആ തീ അണയാതെ, ആർക്കും അണയ്ക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 7 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ശക്തി ക്ഷമയോടെ നിങ്ങൾ പണിതുയർത്തിയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ പ്രോസസ്സിലാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക. കൺസിസ്റ്റൻസി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നതാണ്. എല്ലാത്തിനും ഉടനെ ഫലം കിട്ടണം എന്ന് കരുതി വീണ്ടും വീണ്ടും ഇടപെടേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമത്തിന് ഫലം വരാനുള്ള സമയത്തെ കാത്തിരിക്കാനുള്ള ഒരു മെച്യൂരിറ്റിയാണ് ഇവിടെ വേണ്ടത്. അതായത് ഇനിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നതല്ല, നിങ്ങൾ ഇതിനകം ചെയ്ത അധ്വാനത്തിനുള്ള റിസൾട്ട് വരും. ക്ഷമയോടെ കാത്തിരിക്കാനാണ് പറയുന്നത്. വീണ്ടും വീണ്ടും അധ്വാനിച്ച് കഷ്ടപ്പെടണമെന്നില്ല. ചെയ്യുന്നൊരു പ്രവൃത്തി, എന്തെങ്കിലും ഒരു കാര്യം ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ, ഓൺഗോയിങ് പ്രോസസ്സിലാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, ക്ഷമയോടെ ചെയ്യുക എന്നതും സൂചനയുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെ വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നു: എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ കാലം തന്നെ മാറ്റിമറിക്കും. ഈ കാർഡിന്റെ ഒരു ഹൈ ഫ്രീക്വൻസി എനർജി എന്ന് പറയുന്നത് ഭാഗ്യം, ഡെസ്റ്റിനി, അതുപോലെ കർമ്മ, സൈക്കിൾസ് എന്നിവയാണ് പറയുന്നത്. ഒരിക്കൽ നിങ്ങൾക്കെതിരായി തോന്നിയ സാഹചര്യം തന്നെ പിന്നീട് നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കാലത്തിന്റെ ഒരു വികൃതി എന്ന് പറയുന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി നിങ്ങളെ സംരക്ഷിക്കേണ്ട ശക്തി പെട്ടെന്ന് തിരിച്ചടിക്കുന്ന ഒരു പ്രവണതയിലൂടെയല്ല കാണിക്കേണ്ടത്. നിങ്ങൾ പണിതത് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത് സംരക്ഷിച്ച് നിങ്ങളുടെ വഴിയിൽ ഉറച്ചു നിൽക്കുകയും സമയത്തിന് അതിന്റെ ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുക. കാലം അതിന്റെ പണിയെടുക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മാവേലിയാണ് ഈ റീഡിങ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. മാവേലിയുടെ എനർജി നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹമായി മാറുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രൂപത്തിലാണ് പ്രകടമാകാൻ പോകുന്നത് എന്ന് നോക്കാം. 7 of Wands, 8 of Pentacles, Empress. ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് 7 of Wands ആണ്. ഇത് പറയുന്നത് ഇനി നിങ്ങൾ നേടിയെടുത്ത സ്ഥാനവും അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സ്ഥാനം, സമാധാനം, അതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി വീണ്ടും വിട്ടുകൊടുക്കരുതെന്നാണ്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും നിൽക്കുകയോ നിങ്ങളുടെ വഴിയിൽ തടസ്സം ഉണ്ടാക്കുകയോ ചെയ്താലും നിങ്ങളുടെ സ്ഥാനം സംരക്ഷിച്ചു നിൽക്കാനുള്ള ഒരു
വാശി, ഒരു ഡിഫെൻസീവ് മെക്കാനിസം നിങ്ങളിൽ ഉണ്ടാവണം. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് കൂടുതൽ അതിനെ മെച്ചപ്പെടുത്തുന്നതിലാകണം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി സമയം കളയുന്നതിന് പകരം നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ജീവിതം അതൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തുക, ശക്തമാക്കുക. അതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ തുടർച്ചയായി പരിശ്രമിക്കുമ്പോൾ അതിന്റെ ഫലം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഒരു ഔട്ട്കമായിട്ട് നമുക്ക് എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി തോന്നിയതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു നിൽക്കാതെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു നല്ല ജീവിതം വളർത്തിയെടുക്കാനുള്ള കഴിവാണ് ഈ എംപ്രസ് കാർഡിലൂടെ ലഭിക്കുന്ന എനർജി നൽകുന്ന അനുഗ്രഹം. സമൃദ്ധി, വളർച്ച, സ്നേഹം, സൗകര്യം, സ്വന്തം മൂല്യം, അതുപോലെ മാതൃത്വം, നർച്ചറിങ്, ഇതൊക്കെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരുന്ന എനർജിയാണ്. ഒരു കരുതലോടെ, മാതൃവാത്സര്യത്തോടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശേഷിയെയും നിങ്ങളുടെ പല കഴിവുകളെയും മൂല്യങ്ങളെയും എല്ലാം വളർത്തിയെടുക്കാൻ ഒരു നർച്ചറിങ് ഫീലിൽ ക്ഷമയോടെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതീവ സുന്ദരിയായിട്ട് സൗന്ദര്യത്തോടെ ഒരു എംപ്രസിനെ പോലെ, ഒരു രാജ്ഞിയെ പോലെ, ചക്രവർത്തിനിയെ പോലെ നിങ്ങൾക്ക് നിലകൊള്ളാനായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കും. ഒന്നിനു വേണ്ടി പോരാടേണ്ടി വരാത്തൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകും. അങ്ങനെ ഒരു എനർജിയാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മാവേലിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് പഴയതിലേക്ക് തിരിച്ചു പോകുന്നതിലല്ല കാര്യം. നിങ്ങളെ താഴ്ത്തിയവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കി നിൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് പണ്ട് നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയൊരു അവസ്ഥയിലേക്ക്, വലിയൊരു ജീവിതം, വലിയൊരു സ്റ്റാൻഡിങ്, അത് പണിതുയർത്താൻ വേണ്ടിയിട്ട്, അത് കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ പ്രാപ്തമാവുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അതിനുള്ള ഒരു അനുഗ്രഹം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ സപ്പോർട്ടും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരുക്കി തരും. നിങ്ങൾ അതിൽ ഉറച്ചു നിന്ന് നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മാവേലിയുടെ ഈ കഥയിലൂടെ എന്ത് അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നത് നമ്മൾ നോക്കി. ഇനി ഈ ഒരു അനുഭവത്തിന് ശേഷം മാവേലി നിങ്ങളോട് നേരിട്ട് പറയുന്ന അവസാന സന്ദേശം എന്താണ്? ലവേഴ്സ്. ഇവിടെ മാവേലി പറയുന്നത്, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തത് എന്താണെന്ന് വിശകലനം ചെയ്ത് വീണ്ടും വീണ്ടും ഓർത്ത് അവരെ മനസ്സിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് എരിഞ്ഞ് മുന്നോട്ട് പോവുക എന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ തിരഞ്ഞെടുക്കണം, എന്തിനെ തിരഞ്ഞെടുക്കണം, എന്തിനാണ് നിങ്ങളുടെ ഹൃദയവും ജീവിതവും നൽകേണ്ടത്, വിശ്വാസം നൽകേണ്ടത്, ആ തിരഞ്ഞെടുപ്പ് നിങ്ങൾ തന്നെ ബോധപൂർവം നടത്തണമെന്നാണ് മാവേലിയുടെ എനർജി നിങ്ങളോട് പറയുന്നത്. അല്ലെ, ഒരിക്കൽ ചതിച്ചവരുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തീരുമാനിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും നൽകുന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അത് നമുക്ക് അതിനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ഫ്ലെയിം കാർഡ് അത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അവസാനമായിട്ട് കിട്ടിയ ലവേഴ്സ് കാർഡ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ വില കുറച്ച് കാണുന്നിടത്ത് നിന്ന് മാറി നിൽക്കുക എന്നതാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും നൽകുന്ന ബന്ധങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് നിലനിർത്തണം, ആരെ കൂടെ കൂട്ടണം, എവിടെയാണ് നിങ്ങളുടെ ഹൃദയം നൽകേണ്ടത് എന്നത് നിങ്ങളുടെ മാത്രം തിരഞ്ഞെടുപ്പായിരിക്കണം. ഒരിക്കൽ നിങ്ങളെ താഴ്ത്തിയവർക്ക്, ചവിട്ടി താഴ്ത്തിയവർക്ക്, ഉപദ്രവിച്ചവർക്ക്, പരാജയപ്പെടുത്തിയവർക്ക് നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം നീ എങ്കിലും കൊടുക്കാതിരിക്കുക എന്നതാണ് മാവേലി നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാവേലിയുടെ എനർജിയിൽ നിന്ന് ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്ന നിങ്ങളോട് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായ ഒരു ഗൈഡൻസ് ആയി യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് നോക്കാം. മെൻഡിങ്. ഇവിടെ മെൻഡിങ് എന്ന കാർഡ് വരുന്നത് നിങ്ങൾ അനുഭവിച്ച വേദനയും അതിന്റെ ഓർമ്മകളും ഉള്ളിൽ ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സമയം കഴിഞ്ഞു എന്നൊരു സന്ദേശവുമായിട്ടാണ്. ചില മുറിവുകൾ നമ്മൾ ശരിയായി മനസ്സിലാക്കി വിട്ടുകൊടുക്കാതെ പോകുമ്പോൾ ആ വേദനയും പഴയ ഓർമ്മകളും നമ്മളെ അതേ സംഭവത്തോട് തന്നെ ബന്ധിപ്പിച്ച് നിർത്തും. അതുകൊണ്ട് ഇനി വേണ്ടത് ആ വേദന വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുകയല്ല, ആ മുറിവ് സുഖപ്പെടുത്തുക, പഴയത് വിട്ടുകൊടുക്കുക, നിങ്ങളുടെ പവർ തിരികെ എടുക്കുക എന്നതാണ്. അതിന് ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളുമായിട്ട്, വ്യക്തികളുമായിട്ട് വീണ്ടും പഴയ ബന്ധത്തിലേക്ക് പോകണമെന്നില്ല. മാപ്പ് കൊടുക്കുക എന്നത് അവർ ചെയ്തതിനെ ശരിയെന്ന് അംഗീകരിക്കുന്നതല്ല, അതിന്റെ ഭാരം ഇനി നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കേണ്ടതുണ്ടെങ്കിൽ അതും ചെയ്യുക. നിങ്ങളെ വേദനിപ്പിച്ചവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ
അത് എടുത്തുകൊണ്ട് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ളത് അവിടെ തന്നെ വെച്ചിട്ട് മുന്നോട്ട് പോവുക. ഇതാണ് മെൻഡിങ് എന്ന കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പഴയ മുറിവിന്റെ പേരിൽ നിങ്ങളുടെ പുതിയ ജീവിതം നശിപ്പിക്കരുത്. ആ മുറിവ് ഭേദമാകട്ടെ, മനസ്സ് സ്വതന്ത്രമാകട്ടെ. നിങ്ങളുടെ പവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അനുവദിക്കുക എന്നതാണ്. ഇതുവഴി നിങ്ങളെ സ്വതന്ത്രനാക്കുക. സെറ്റ് യുവർ സെൽഫ് ഫ്രീ എന്നതാണ് നിങ്ങളോട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ട്രിലോജിയുടെ ആദ്യത്തെ പാർട്ടാണിത്. ഇതിന് ശേഷം പാർട്ട് 2ഉം 3ഉം ഉണ്ടാകും. നിങ്ങൾ ഇത് കണ്ട അഭിപ്രായങ്ങൾ പറയുക. അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം. ബൈ.